റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ചർച്ചയാണ്. ലിയോ ഇട്ടിരിക്കുന്ന കേരള ബോക്സ് ഓഫീസിലെ ആദ്യ ദിവസത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനെ മറികടക്കാൻ എമ്പുരാൻ എന്ന ചിത്രത്തിന്, അതായത് ലാലേട്ടൻ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ് ചിത്രമായിട്ടുള്ള എമ്പുരാന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അത് സാക്നിൽക്ക് പുറത്തു വിട്ടിരിക്കുന്ന കളക്ഷൻ അനുസരിച്ചിട്ട്, അതായത് പ്രമുഖ ട്രാക്കർമാരായിട്ടുള്ള സാക്നിൽക്ക് പുറത്തു വിട്ടിരിക്കുന്നത്, അതായത് അവിടുന്ന് ഇവിടുന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് അല്ല, സാക്നിൽക്കിൻ്റെ കളക്ഷൻ അനുസരിച്ച് കേരള ബോക്സ് ഓഫീസിൽ ആദ്യത്തെ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ ഇട്ടിരിക്കുന്നത് ലിയോയാണ്. അത് 12.5 കോടി രൂപയാണ് കാണുന്നത്. ആ 12.5 കോടിയെ മറികടക്കാൻ എമ്പുരാന് സാധിക്കുമോ എന്നുള്ളതാണ്. അതായത് എമ്പുരാന് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പം ഇപ്പം അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ, അതായത് ഇപ്പം ആശീർവാദിൻ്റെയോ അല്ലെങ്കിൽ ഗോകുലത്തിൻ്റെയോ ലൈക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സാക്നിൽക്ക് തന്നെ പുറത്തുവിടുന്ന കളക്ഷൻ അനുസരിച്ച് ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസിലുള്ള കളക്ഷനകത്ത് ലിയോയെ മറികടക്കാൻ എമ്പുരാന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പം ലിയോ എന്ന ചിത്രം കേരളത്തിൽ ഏതാണ്ട് ഫാൻ ഷോകൾ, ആദ്യത്തെ പ്രദർശനം തന്നെ ഏതാണ്ട് 4 മണിക്ക്, വെളുപ്പിന് 4 മണിക്ക് തന്നെയാണ് ലിയോയുടെ ആദ്യ പ്രദർശനം ആരംഭിച്ചത്. അതും വേണ്ട 650ൻ്റെ മേളിൽ സ്ക്രീനുകളിലായിരുന്നു ലിയോയുടെ ആദ്യത്തെ ദിവസത്തെ പ്രദർശനം. ഏതാണ്ട് 400ന് മേളിലുള്ള ഫാൻ ഷോകൾ തന്നെ സംഘടിപ്പിക്കാൻ ലിയോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. എമ്പുരാൻ എന്ന ചിത്രത്തിന് ഇതൊക്കെ സാധിക്കുമോ എന്നുള്ളതാണ്. അതായത് എത്ര സ്ക്രീനുകളിൽ അതുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ആദ്യത്തെ ഷോ കേരളത്തിൽ 6 മണിക്കാണ് തുടങ്ങുന്നത്. കേരളത്തിൽ ഈ പറയുന്ന കണക്ക് ലിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന 650 സ്ക്രീനിൻ്റെ മുകളിലേക്ക് കിട്ടുമെന്ന്. ലിയോയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് 87% ഒക്കുപ്പൻസിയിലായിരുന്നു ലിയോയുടെ പ്രദർശനം എന്ന് പറയുന്നത്, കേരളം ഒട്ടാകെ എന്ന് പറയുന്നത്. അത് തകർക്കാൻ മറ്റേതെങ്കിലും ഒരു മലയാള സിനിമയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഏതായാലും ഈ പറയുന്ന കണക്ക് 6 മണിക്ക് പ്രദർശനം ആരംഭിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന് എത്ര സ്ക്രീനുകൾ കിട്ടുന്നുണ്ട്, എത്ര ഫാൻ ഷോകൾ സംഘടിപ്പിക്കുന്നുണ്ട്, അതുപോലെ ഈ ഞാൻ പറഞ്ഞ കണക്ക് ആധികാരികമായിട്ട് കളക്ഷൻ പുറത്തുവിടാൻ സാധിക്കുന്ന സാക്നിൽക്ക് പുറത്തുവിടുന്ന കളക്ഷൻ അനുസരിച്ചിട്ട് എമ്പുരാൻ എത്ര കോടി കിട്ടി എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ ഈ സാക്നിൽക്ക് എന്ന് പറയുന്ന പേരെടുത്ത് പറയുന്നത് അതിൻ്റെ ഓരോ കളക്ഷനും, ഇപ്പോൾ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് കളക്ഷൻ ആണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിലാണെങ്കിലും പണ്ടത്തെ കാലമല്ല. ഇപ്പൊ സാക്നിൽക്ക് പോലെ ഇന്ത്യ ഒട്ടാകെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന ആധികാരികമായിട്ടുള്ള കാര്യം, ഇത് മലയാള സിനിമയുടെ മാത്രമല്ല, ഇന്ത്യയിലെ മിക്ക ഭാഷകളെ സംബന്ധിച്ചിടത്തോളം ബോളിവുഡ് സിനിമകൾ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളെ കുറിച്ചുള്ള കളക്ഷൻ ആധികാരികമായിട്ട് പുറത്തുവിടുന്ന ഒരു വെബ്സൈറ്റാണ്. അവർ പുറത്തുവിടുന്ന കളക്ഷൻ അനുസരിച്ച് ലിയോയെ മറികടക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എമ്പുരാന്റെ വരുന്ന ദിവസങ്ങളിലെ കളക്ഷൻ, ഞാൻ ഈ സാക്നിൽക്കിന്റെ പേരെടുത്ത് പറയുന്നത്, നാളെ ആശീർവാദ് പറഞ്ഞു, നാളെ ലൈക്ക പറഞ്ഞു, നാളെ ഗോകുലം പറഞ്ഞു സിനിമ ഇത്രയും കളക്ട് ചെയ്തെന്ന് പറയുമ്പം അതെടുത്ത് പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങൾ എനിക്ക് തോന്നി ഈ ചാനൽ ആരംഭിച്ചതിന് ശേഷം ഓരോ സിനിമയുടെയും കളക്ഷൻ പുറത്തു വിട്ടുന്ന സമയത്ത്, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സിനിമ ഇറങ്ങിയതിന് ശേഷം എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ സ്നേഹമൊക്കെ ഓരോരുത്തരെ കുറിച്ച് ഉണ്ടായിരിക്കും, അത്തരത്തിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കളക്ഷൻ പുറത്തു വിടുന്ന സമയത്ത് ഞാൻ എൻ്റെ പല വീഡിയോകൾ കണ്ടാൽ അറിയാം, സാക്നിൽക്ക് എന്ന് പറയുന്ന പേരെടുത്തു പറഞ്ഞ് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ കളക്ഷൻ അനുസരിച്ച് മാത്രമായിരിക്കും ഞാനും അത്തരത്തിലുള്ള കളക്ഷനകത്ത് വിശ്വസിക്കുന്നത്. അതിനകത്ത് ലിയോയെ മറികടക്കാൻ എമ്പുരാന് സാധിക്കുമെന്നുള്ള കാര്യം, വിജയ് എന്ന് പറയുന്ന ഒരു താരം മാത്രമാണ് ലിയോയിലെ നായകനായിരുന്ന സമയത്ത് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിനകത്ത് ലാലേട്ടനോടൊപ്പം പൃഥ്വിരാജും ടൊവിനോ തോമസും കൂടെ ചേർന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ ലിയോയെ മറികടക്കാൻ ചിലപ്പോൾ എമ്പുരാന് സാധിച്ചേക്കാം. പക്ഷേ അത് ഏതായാലും ഈ പറയുന്ന ഈ മാർച്ച് 27 എമ്പുരാന്റെ റിലീസിന് ശേഷം തന്നെ കണ്ടറിയാം. താങ്ക് യു.